എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നടന്ന +2 അക്കൗണ്ടൻസിയുടെ അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈസിയായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. നിങ്ങൾക്കും ഒരുവിധം എളുപ്പമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് മിക്കവാറും എല്ലാം തന്നെ, അതായത് 99% ഈ ഒരു എക്സാമിന് വന്നിരിക്കുന്നത്. ഫാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാം തന്നെ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. ഈ ഒരു +2 കോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിൽ കൊമേഴ്സിൽ തന്നെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണമെന്നതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീഡിയോ, അതായത് ACCA CA പോലുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുങ്ങുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ആൻസർ കീയുടെ ഡിസ്കഷനിലേക്ക് പോകാം. ഈ ഒരു ആൻസർ കീ നിങ്ങൾക്ക് PDF വേണമെന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ PDF വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു PDF കൂടി ഞാൻ അയച്ചു തരുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് കിടക്കാൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എ ലയബിലിറ്റി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി അല്ലേ, അത് കണ്ടെത്തി. ആ ലയബിലിറ്റി എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ലയബിലിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെബിറ്റഡ് ടു ദി റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ. ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് പുതിയ ലയബിലിറ്റി കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ. പാർട്ണേഴ്സ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് സത്യമായിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ അത് ആബ്സെൻസ്, അതായത് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അലൗ ചെയ്യില്ല എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ് 6% പാർട്ണേഴ്സ് ലോണിന്മേൽ ഇൻട്രസ്റ്റിന് അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം പാർട്ണേഴ്സ് ലോണിന്മേലുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ബാക്കി രണ്ട് കാര്യങ്ങൾ: ഇറ്റ് ഈസ് അലൗഡ് ഓൺലി ഇഫ് ദി പ്രൈം ഹാസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ മാത്രമേ ഇത് അലൗ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതിനനുസരിച്ച് ലോസ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. then it is credited to the profit and loss appropriation account. Profit and loss appropriation account ഇത് ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി if the value of goodwill of a firm under capitalization of super profit at 8% normal rate is 1,50,000, the amount of super profit in this case will be what? ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റിൻ്റെ പാറ്റേണുകളൊക്കെ നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ സൂപ്പർ പ്രോഫിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് ഗുഡ്വില്ലിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 1,50,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് ഗുഡ്വില് അതിൻ്റെ ബേസ് ചെയ്താണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗുഡ്വിൽ നോക്കുക. ഗുഡ്വില്ലിൻ്റെ സൂപ്പർ പ്രോഫിറ്റ് ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല എന്തായിരുന്നു? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. അതിന് നമുക്ക് ഡെസിമൽ ഫോമിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് നമുക്ക് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് അതുകൊണ്ട് തന്നെ 1,50,000 ഇൻറ്റു 0.08 അല്ലേ. കാരണം 8% എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 0.08 എന്ന് എടുക്കാം. 1,50,000 ഇൻറ്റു 0.08 നമുക്ക് 12,000 എന്നാണ് ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് ആ ബാക്കിയുള്ള അറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 12,000 എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പ്രോഫിറ്റിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അടുത്ത പിന്നെ പാർട്ണർ റിട്ടയേഴ്സ് എനി ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈസ്. ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ റീവാലുവേഷൻ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. റീവാലുവേഷൻ ലോസ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ ലോസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ. റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ പാർട്ണേഴ്സ്, അത് ലോസ് ആയതുകൊണ്ട്. Then in the event of dissolution of a firm, the amount realized from the sale of asset is first applied to. ഇപ്പോൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഒരു അസറ്റ് വിറ്റ് നമുക്കൊരു ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് സെറ്റിൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അല്ലേ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആഫ്റ്റർ കൺസിഡറിങ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിൽ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ക്വസ്റ്റ്യനും നമുക്ക് പുതിയതാണ്. നിങ്ങൾക്ക് ഡിഗ്രിക്ക് വരുമ്പോൾ
ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് തിയറി പേപ്പറുകളുണ്ട്. തിയറി പേപ്പറുകൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. തന്നെയുമല്ല PSCയിലൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് PSC ഒക്കെ നടത്തുന്ന പരീക്ഷകളും കൂടുതലായിട്ട് ഇപ്പോൾ ചോദിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മൾ കാണുകയും പരിചയപ്പെടുകയും അത് പ്രാക്ടീസ് ചെയ്യുന്നത് ആവശ്യം തന്നെയാണ്. നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് അസറ്റ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഹേം ഈസ് ഡിവൈഡഡ് എമംഗ് ദി പാർട്ണേഴ്സ് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മളൊരു അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ്, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അത് പാർട്ണേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഈസ് ഷെയർഡ് എമംഗ് ദി പാർട്ണേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ണേഴ്സിൻ്റെ ഇടയിൽ അത് ചെയ്യണം, അല്ലേ? അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ എന്നാണ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 അത് ശരിയാണ്, അല്ലേ? ദെൻ മറ്റേ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക്. ശ്യാം ആൻഡ് ഫനൽ ആർ ഈക്വൽ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹50,000 ആൻഡ് $40,000 റെസ്പെക്റ്റീവ്ലി ആസ് ഓൺ April 1, 2023, അല്ലേ? കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്മിസിബിൾ ടു ശ്യാം ആൻഡ് ഫനൽ അറ്റ് 10% per annum ഫോർ ദി ഇയർ എൻഡിങ് March 31, അല്ലേ, 2024 അണ്ടർ ദി ഫോളോവിങ് സിറ്റുവേഷൻ. ഇഫ് ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 20,000 ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ ഒരു 20,000 രൂപ ആ വർഷം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എത്രയുണ്ട്? 10% per annum ആണ്, അല്ലേ? അതാണ് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 50,000 രൂപയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് 40,000 രൂപയ്ക്ക്, അല്ലേ, 2 പാർട്ണേഴ്സിന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ കണ്ടുപിടിക്കണം. മറ്റൊരു കേസ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് 5,000 ഡ്യൂറിങ് ദി ഇയർ. ഇപ്പോൾ ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി. ലോസ് ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നീഡ് നോട്ട് ബി പ്രൊവൈഡഡ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് എഴുതി വെക്കാവുന്നുള്ളൂ, അല്ലേ? നമുക്ക് എഴുതാൻ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് 50,000 × 10% 5,000, ഫനലിൻ്റെ 40,000 × 10% 4,000 കണ്ടുപിടിക്കുക, അല്ലേ? ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് രണ്ടും കൂടി 9,000 വരും. രണ്ടാമത്തെ കേസിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്യൂ ടു ലോസ് ഇൻ കറണ്ട് ഇയർ, അല്ലേ? ഇപ്പോൾ ലോസ് ഇൻ കറണ്ട് ഇയർ, ഈ വർഷം ലോസ് ആയതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അതിൻ്റെ ആൻസറായിട്ട് എഴുതിയാൽ മതിയാവും. ഇനി സ്റ്റേറ്റ് എനി 2 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ്, അല്ലേ? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ 2 മെത്തേഡുകളാണ്, ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു, തിയറി ക്വസ്റ്റൻ ആയിരുന്നു. 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് എല്ലാ വർഷവും സെയിം തന്നെയായിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോവിങ്സ്, അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്, അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അതിൽ കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് എഴുതുന്നത്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ബോത്ത് ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ അപ്പിയർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും, അങ്ങനെ 2 അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കും. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റ് കാണിക്കുകയുള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി ഡീഡ്, അല്ലേ? പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം പറയണം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിക്കാവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരിക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. എൽ ആൻഡ് എം ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3. ദേ അഡ്മിറ്റ് എൻ ആസ് ന്യൂ പാർട്ണർ ഫോർ 1/5 ഷെയർ വിച്ച് ഹി അക്വയർഡ് ഈക്വലി ഫ്രം എൽ ആൻഡ് എം, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് അക്യൂർ ചെയ്യുന്ന ഒരു കേസാണ്, അല്ലേ? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അത് അക്യൂർ ചെയ്യുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇത് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ മെൻഡർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3. അവരുടെ പഴയ റേഷ്യോ, ഓൾഡ് റേഷ്യോ 5:3 ആണ്. പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 1/10 ഷെയർ ആണ് അയാൾ കൊടുക്കുക. അത് ഈക്വലി എല്ലിൽ നിന്ന് എമ്മിൽ നിന്ന് ഈക്വലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് 1/20 1/20 ആണ്, അല്ലേ? അതായത് 1/10ൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/10 × 1/2, അല്ലേ? പകുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/20 1/20 വരും. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? എല്ലിൽ നിന്നും എമ്മിൽ നിന്നുമാണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കുക, ഇവിടെ എന്നിൻ്റെ 1/10 ഷെയർ അക്യൂർ ചെയ്യുന്നത് ഈക്വൽ ആയതുകൊണ്ട് 1/10/2 അല്ലെങ്കിൽ 1/10 × 1/2, അല്ലേ? അപ്പോൾ 1/20 വീതം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എല്ലിൻ്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. അയാളുടെ ഓൾഡ് ഷെയറിൽ നിന്ന് സാക്രിഫൈസ്ഡ് ഷെയർ 1/20 പുതിയ ആൾക്ക് കൊടുക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ ഓൾഡ് ഷെയർ 5/8 ആണ്, മൈനസ് 1/20, അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23/40 എന്ന് വരും, അല്ലേ?
ഇനി എമ്മിൻ്റെ ന്യൂ ഷെയർ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ ഓൾഡ് ഷെയർ മൈനസ് അയാളുടെ ഷെയർ ഓഫ് സാക്രിഫൈസ് അല്ലേ. അപ്പോൾ 3/8 മൈനസ് 1/20 ആണ്. അപ്പോൾ 13/40 വരും. എൻ്റെ ഷെയർ 1/10 ആണ്, അതായത് 4/40 വരും അല്ലേ. ബാക്കിയുള്ളത് 13 കഴിഞ്ഞ് 40 ബാക്കിയുള്ളത് 4/40 അല്ലേ. അപ്പോൾ 23:13:4 ആൻസർ വരും അല്ലേ. നോക്കുക, ഇവിടെ 23:13:4 ആൻസർ വരുന്നതാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഔട്ട് എനി 4 items ടു ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാധാരണ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ലോസ് ഓൺ റീവാലുവേഷൻ കാണിക്കാറുണ്ട്, റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് കാണിക്കാറുണ്ട്, അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിക്കും, കിട്ടും. ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എഴുതും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എഴുതും അല്ലേ. ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം ആർ നോട്ട് ദ സെയിം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമും ആ രണ്ടാണല്ലേ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം അല്ലേ, അതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അതിൻ്റെ ആൻസർ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ പഠിച്ച ഒരു മിക്കവാറും എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമും തമ്മിൽ വ്യത്യാസം അല്ലേ. അതിൻ്റെ മീനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ പാർട്ണേഴ്സ് ചേഞ്ച്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം ആണെങ്കിൽ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ണേഴ്സ്, എല്ലാ പാർട്ണേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കംസ് ടു ആൻ എൻഡ് അല്ലേ, അതെല്ലാം അവസാനിക്കുന്നു അല്ലേ. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഇവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല ഈ കേസിൽ, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം ആണെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു പൂട്ടുന്നു അല്ലേ, ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ സാധാരണ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന് ആവശ്യമില്ല, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ കോർട്ട് മേ ഇൻ്റർവീൻ അല്ലേ, കോർട്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും ഫെയിമിൻ്റെ ഡിസൊല്യൂഷന് വേണ്ടി പറയുകയും ചെയ്തേക്കാം. സെറ്റിൽമെൻറ്റ് പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാലുവേഡ്. നമ്മൾ പാർട്ണർഷിപ്പിലെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് അത്തരം കേസുകളൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം നമ്മൾ റീവാല്യൂ ചെയ്യുന്നുണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്തിട്ട് അത് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം ആണെങ്കിൽ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം നമ്മൾ അത് വിറ്റ് അല്ലേ, അസറ്റ് എല്ലാം വിറ്റ് ലയബിലിറ്റി എല്ലാം കൊടുത്ത് തീർക്കുന്നു അല്ലേ. എന്നിട്ട് നമുക്ക് അവസാനം നമുക്ക് പുതിയൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കില്ല അല്ലേ. ബാക്കിയുള്ള ബാലൻസ് എന്താണ് എക്സ്റ്റേണൽ ലയബിലിറ്റി എല്ലാം കൊടുത്തെടുത്ത് ബാക്കിയുള്ളത് പാർട്ണേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ. അതായത് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി 2 ഡിഫറൻസസ് ഓർ റീഫണ്ട് ഏതെങ്കിലും 2 ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മണി എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോ ദ ഫോളോവിങ് എമൗണ്ട്സ് ഡ്യൂറിംഗ് ദി ഇയർ 22-23 അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഡിഫറെൻറ്റ് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓരോ തവണയും വിഡ്രോ ചെയ്ത എമൗണ്ടുകൾ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്ഡ് ഫ്രം മണി അല്ലേ, 8% പെർ ആനുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത് അല്ലേ, പ്രോഡക്റ്റ് മെത്തേഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്ഡ്. ബുക്സ് ആർ ക്ലോസ് ഓൺ 31 മാർച്ച് അല്ലേ, മാർച്ച് 31 അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 ആണ് അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്നത് അല്ലേ, ഏപ്രിൽ 1 തുടങ്ങിയിട്ട്. അതായത് മെയ് 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ് 2022 അല്ലേ. അപ്പോൾ ഏപ്രിൽ 1, 2022 അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കും. മാർച്ച് 31, 2023 അല്ലേ, 2023 അവസാനിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാസങ്ങളുടെ എണ്ണം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നമ്മൾ ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ് ആ രീതിയിൽ നമുക്ക് കോളങ്ങൾ വേണം, കോളം ഹെഡിങ് കൊടുക്കുക. അത് 1/5/2022 5,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അത് 11 മാസമാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ പിൻവലിച്ചത് 1/5 അല്ലേ, അതായത് മെയ് മാസമാണ്. അപ്പോൾ ഏപ്രിൽ 1 മാസം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള 11 മാസത്തേക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് എമൗണ്ട് പിൻവലിച്ചായിട്ട്. അപ്പോൾ 11 മാസം. അപ്പോൾ 5,000 × 11 55,000 പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ അടുത്ത 1/7 അവിടെ മാസങ്ങൾ ബാക്കിയുള്ളത് ഇനി എത്രയാണ്, 9 മാസമാണുള്ളത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ 30/11 4 മാസം, 31/12 3 മാസം അല്ലേ, 31/3/2022 അവസാനമാകുമ്പോൾ 0 അല്ലേ. അപ്പോൾ നമുക്കിത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, എല്ലാം ആഡ് ചെയ്യുന്നു. 1,12,000 അല്ലേ, 1,12,000 കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ 1 മന്ത് ഓൺ ദി സം ഓഫ് പ്രൊഡക്ട്സ് അല്ലേ, ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 1,12,000 ഇൻറ്റു 8% ഇൻറ്റു 1/12 അല്ലേ. അപ്പോൾ 746 രൂപ 67 പൈസ നമുക്ക് കിട്ടും. ഇനി അജയ്, സച്ചിൻ ആൻഡ് ദ്രാവിഡ് ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1:1. ദർ ക്യാപിറ്റൽ ആസ് ഓൺ ഏപ്രിൽ 1, 2023 വെയർ. അപ്പോൾ നമുക്ക് 2:1:1 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏപ്രിൽ 1, 2023 1,60,000 40,000 അല്ലേ, 3 പേരുടെയും ക്യാപിറ്റൽ. ആഫ്റ്റർ ദി ഫൈനൽ അക്കൗണ്ട് ഫോർ ദി ഇയർ 2023-24 ഹാവ് ബീൻ പ്രിപ്പയർഡ്, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അറ്റ് 10% per annum ഹാസ് നോട്ട് ബീൻ റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
10% അവർ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അല്ലേ. ഗീവ് ദ നെസസറി അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. ഷെയർ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് ടു. അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അത് കണ്ടുപിടിക്കുക. നമുക്ക് 10,000, 6,000, 4,000 വരും അല്ലേ. അവരുടെ ക്യാപിറ്റലിൻ്റെ വെച്ചുകൊണ്ട് അവരുടെ തന്നിരിക്കുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴല്ലേ 1,00,000 10% നമുക്ക് 10,000. ആ രീതിയിൽ നമ്മൾ എത്രയാണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന പേരിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 10,000, 6,000, 4,000 അത് കിട്ടേണ്ടതായിരുന്നു അല്ലേ. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അത് കൊടുക്കാത്തപ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റിന്, അതായത് മുഴുവൻ എമൗണ്ട് 10,000, 6,000, 4,000 അല്ലേ, എല്ലാവരും കൂട്ടുമ്പോൾ 20,000 വരും അല്ലേ. ഈ 20,000 നമ്മൾ 2:1:1 നമുക്കറിയാം. 2:1:1 എന്നാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു എമൗണ്ട് പ്രോഫിറ്റിൻ്റെ ആ ഭാഗത്തെ നമ്മൾ 2:1:1 ഡിവൈഡ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് റോങ്ലി ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒമിറ്റഡ് ടു റെക്കോർഡ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാതെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് നമ്മൾ 2:1:1 ഷെയർ ചെയ്തപ്പോൾ എത്ര രൂപ വെച്ചിട്ടുണ്ടാവും. 2:1:1 ആയതുകൊണ്ട് ആദ്യത്തെ ആൾക്ക് 10,000 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അതിലൊക്കെ ലാഭമില്ല നഷ്ടമില്ല നില്ലാണ്. പക്ഷേ സച്ചിൻ്റെ കേസിൽ 5,000 രൂപയാണ് വരുന്നത് അല്ലേ. നമുക്ക് 20,000 മൊത്തം എമൗണ്ട് ഉള്ളത് 20,000 × 2:1:1 ആണ്. അപ്പോൾ 20,000 × 1/4 അല്ലേ. അപ്പോൾ നമുക്ക് 5,000 രൂപ വരുമല്ലോ. അപ്പോൾ 1,000 രൂപ ഇവിടെ ക്രെഡിറ്റ് ആണ് വരുന്നത് അല്ലേ. 1,000 രൂപ ഇവിടെ ക്രെഡിറ്റ് ആണ്, അണ്ടർ ക്രെഡിറ്റ് ആണ് വരുന്നത്. അയാൾക്ക് 1,000 രൂപ കുറവാണ് കിട്ടിയിരിക്കുന്നത്. 6,000 രൂപ കിട്ടേണ്ടതായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇനത്തിൽ. പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിട്ട് 5,000 രൂപ വന്നപ്പോൾ അവിടെ അണ്ടർ ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇയാളുടെ ദ്രാവിഡിൻ്റെ കേസിൽ 4,000 രൂപ കിട്ടുന്നിടത്ത് 5,000 രൂപ വന്നിട്ടുണ്ട് അല്ലേ. അത് ഓവർ ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഡെബിറ്റ് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനറൽ എഴുതാൻ വേണ്ടി സച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,000 രൂപ ടു ദ്രാവിഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,000 രൂപ അല്ലേ. അത് സച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓവർ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. ദ്രാവിഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓവർ ക്രെഡിറ്റ് വന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതിയാൽ മതിയാവുന്നതാണ്. ഇനി അമൽ ആൻഡ് ബാലു ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:1 ആണ്. രാജേഷ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദി ഫേം ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നിലവിലുള്ളത് 3:1 ആണ് റേഷ്യോ. പുതിയൊരു പാർട്ണർ വരുന്നു, 1/5 ഷെയർ ആണ് അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. രാജേഷ് 30,000 രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് അമൽ ആൻഡ് ബാലു ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അവർ രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം 80,000, 30,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഷുഡ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്ക് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പുതിയ പാർട്ണർ കൊണ്ടുവരുന്നത് 30,000 ആണ്. അയാൾക്ക് 1/5 ഷെയറാണ് ഈ 30,000 കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിന് നമുക്ക് ന്യൂ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ജേണൽ എൻട്രി, ഈ ജേണൽ എൻട്രിയാണ് വരുന്നത്. അതിൻ്റെ വർക്കിംഗ് നോട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ്. രാജേഷിൻ്റെ ഷെയർ ഓഫ് ക്യാപിറ്റൽ എത്രയാണ്, രാജേഷ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ഷെയർ ഓഫ് ക്യാപിറ്റൽ അല്ല, രാജേഷ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 30,000. അത് 1/5 ടോട്ടൽ ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 30,000 × 5/1 നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും അല്ലേ, 1,80,000. പുതിയ റേഷ്യോ 3:1:1 ആണ്. അപ്പോൾ നമുക്കിനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1,50,000 × 3/5 അല്ലേ. അത് രാജേഷിന് 90,000 വരും. അപ്പോൾ നിലവിൽ അവർക്ക് എത്രയാണ് ഷെയർ ഉള്ളത്, 80,000 ഉള്ളൂ അല്ലേ. അപ്പോൾ 90,000 ക്യാപിറ്റൽ വരേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ 5,000 അയാൾ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അയാൾ കൊണ്ടുവരണം, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡയറക്ടർ രാജേഷ് ക്യാപിറ്റൽ 5,000 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ബാലുവിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ 1,50,000 × 1/5 അപ്പോൾ 30,000 വരും. അയാളുടെ 30,000 ആയിരുന്നു, അവളുടെ നിലവിലുള്ള എത്രയാണ് 30,000 ആണല്ലേ. അപ്പോൾ 30,000 മൈനസ് 30,000, അപ്പോൾ 5,000 അവിടെ എന്താണ് എക്സസ് ആണ്, അയാൾക്കത് കൊണ്ടുപോകാം. അപ്പോൾ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് 5,000 അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി എഴുതാവുന്നതാണ്. ഇനി എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2 ഫോളോവിംഗ് ഈസ് ദെയർ ബാലൻസ് ഷീറ്റ്. അപ്പോൾ 3:2 അവരുടെ പഴയ റേഷ്യോ, അവരുടെ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ആണ് അല്ലേ. ഡിസൊല്യൂഷൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് ഒഴികെ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് മാറണം. പിന്നെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ക്രെഡിറ്റേഴ്സിന് മാറണം അല്ലേ. അതിനുശേഷം നമുക്ക് അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് എഴുതണം. എന്നിട്ട് അതിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ച് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം നമ്മൾ ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി, സ്റ്റോക്ക് മാറ്റി, ഫർണിച്ചർ മാറ്റി അല്ലേ. ക്രെഡിറ്റേഴ്സിനെ റിയലൈസേഷൻ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി, നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ്
അസറ്റ് മുഴുവൻ 80 കിട്ടി 1,50,000 കിട്ടി അല്ലേ. എന്നിട്ട് നമ്മളതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ ലോസിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 10,000 ലോസ് വരിക. അതിൻ്റെ അത്രയാണ് നമുക്ക് റിയലൈസേഷൻ്റെ ലോസ് അല്ലേ. അതുവരെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മഹേഷ്, റിയാസ് ആൻഡ് ജേക്കബ് ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. മഹേഷ് റിട്ടയർസ് ഫ്രം ദ ഫേം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ 2021 അല്ലേ. ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 40,000 ബിക്കംസ് ഡ്യൂ ടു ഹിം. ഇപ്പോൾ ഇവിടെ മഹേഷ് ഇവിടെ റിട്ടയർ ചെയ്യുകയാണ് അല്ലേ. ഒരു വർഷത്തിന് ആരംഭത്തിൽ തന്നെയാണ് 40,000 രൂപയാണ് റിട്ടയർമെൻറ്റ് സമയത്ത് അയാൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കൊടുക്കാനുള്ളത്. റിയാസ് ആൻഡ് ജേക്കബ് പ്രോമിസ് ടു പേ ഹിം. അയാൾക്ക് അത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ എല്ലാ വർഷവും അവസാനവും നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കാമെന്ന് പറഞ്ഞു. 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ബാലൻസ് അല്ലേ. അൺപെയ്ഡ് ബാലൻസ് മേലാണ്, അതായത് ഡിമിനിഷിങ് രീതിയിലാണ്. ആ ഒരു എമൗണ്ട് ഒരു ഗഡു അടച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എമൗണ്ട് മേലാണ് 6% കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അതാണ് അൺപെയ്ഡ് ബാലൻസ് എന്ന് പറയുന്നത്. പ്രിപ്പയർ മഹേഷ് ലോൺ അക്കൗണ്ട് ഫോർ ദി ഫസ്റ്റ് 3 ഇയേഴ്സ്. ആദ്യത്തെ 3 വർഷത്തെ ലോൺ അക്കൗണ്ട് തയ്യാറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോൺ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മഹേഷ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ബൈ മഹേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലേക്ക് 40,000 എഴുതണം. അതിനുശേഷം ആ വർഷത്തിൻ്റെ അവസാനം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് 6%, 40,000 6% 2,400 ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 42,400 ടോട്ടൽ വരും. ഇനി നമ്മളിവിടെ വെച്ചുകൊണ്ട് ക്യാഷ് കൊടുക്കുവാണ്. ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അത് 40,000 നമ്മൾ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി മാറുമ്പോൾ 40,000 ഡിവൈഡ് ബൈ 4 10,000 രൂപ. അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആ കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ ഒരു ഭാഗം പ്ലസ് 2,400 ഈ ഇൻട്രസ്റ്റോട് ഉൾപ്പെടെ അല്ലേ. അപ്പോൾ 12,400 രൂപ കൊടുക്കുന്നതായിട്ട് കാണിക്കണം. പിന്നെ ബാലൻസ് ചെയ്യാണ് 30,000 രൂപ നമുക്ക് ബാലൻസ് കിട്ടും. 30,000 നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി നമ്മൾ ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ഈ 30,000 6% അല്ലേ. 1,800 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കണ്ടുപിടിച്ചു. അതിനുശേഷം അത് 10,000 രൂപയും പിന്നെ 1,800 ഇവിടെ കൊടുത്തു തീർക്കുന്നു. അതുപോലെ അടുത്ത വർഷം നമ്മൾ 20,000 ബാലൻസ് വരിക. 20,000 6% 1,200. അപ്പോൾ 10,000 1,200 ആയിട്ട് 11,200 ആവശ്യം കൊടുത്തു തീർക്കുന്നു. നമുക്ക് ബാലൻസ് എത്ര വരുന്നു? 10,000 വിടുന്നു അല്ലേ. 3 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലാണ് മഹേഷിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഹന്ന ആൻഡ് പ്രിയ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി 4:3 റേഷ്യോ. 4:3 ആണ് അവരുടെ റേഷ്യോ പാർട്ണേഴ്സിൻ്റെ. ദേ അഡ്മിറ്റഡ് രമ്യ പുതിയൊരു പാർട്ണറെ കൊണ്ടുപോകണം 1/8 ഷെയറിന് അല്ലേ. രമ്യ ബ്രോട്ട് 30,000 ഫോർ ക്യാപിറ്റൽ. രമ്യ കൊണ്ടുവന്നത് 30,000 ക്യാപിറ്റലിന് വേണ്ടിയും 10,500 രൂപ ഗുഡ്വില്ലായിട്ടും കൊണ്ടുവന്നു. ഗുഡ്വില്ല് ആ സമയത്ത് 35,000 ഗുഡ്വിൽ നിലവിലുണ്ടായിരുന്നു അല്ലേ. ഗീവൻ നെസസറി ജേർണലിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഗുഡ്വിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്ത് കളണം ആദ്യം അല്ലേ. അതിനുശേഷം രമ്യ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എമൗണ്ടും ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം അത് ഓൾഡ് പാർട്ണേഴ്സ് അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നതായിട്ട് ആ രീതിയിലുള്ള ജേർണലിറ്റി കാണിച്ചാൽ മതി അല്ലേ. നമുക്ക് ഹനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ്വിൽ അല്ലേ. അതായത് നിലവിലുള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇതാണ് ജേർണലിറ്റി അല്ലേ. നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ഇടയിൽ മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഹനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ്വിൽ. ഇനി ക്യാഷ് അക്കൗണ്ട് ടു രമ്യാസ് ക്യാപിറ്റൽ, അതായത് അയാൾ ക്യാപിറ്റൽ 30,000 കൊണ്ടുവന്നു. ദെൻ പ്രീമിയം ഫോർ ഗുഡ്വില്ലായിട്ട് എമൗണ്ട് 10,500 കൊണ്ടുവന്നു അല്ലേ. അതിൻ്റെ എന്ത് ഈ 10,500 സാക്രിഫൈസ് റേഷ്യോയിൽ 4:3 തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ വരിക. അപ്പോൾ ഗുഡ്വിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ടു ഹനാസ് ക്യാപിറ്റൽ ടു പ്രിയാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ ഈ ഒരു ജേർണലിറ്റി കൊണ്ട് എഴുതി സാക്രിഫൈസ് റേഷ്യോയിൽ നിലവിലുള്ള അതായത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ഈ ഒരു പ്രീമിയം ഗുഡ്വിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലേ. ആ ഒരു ജേർണലിൻ്റെ കൂടെ എഴുതേണ്ടതുണ്ട്. ദെൻ അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എ ബി ആൻഡ് പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ റേഷ്യോ 2:1. ദേ ഡിസൈഡ് ടു അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർ കൊണ്ടുവരുന്നു. 1/4 ഷെയറാണ് പുതിയ പാർട്ണർക്ക്. സി 40,000 കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സി അഡ്മിഷന് മുമ്പുള്ള അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അബ്സ്ട്രാക്റ്റ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷിൻ്റെ ബാലൻസ് 20,000 ഉണ്ട്. ക്രെഡിറ്റേഴ്സിന് ബാലൻസ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. ഫർണിച്ചറിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി പ്രൊവിഷൻ ആയിട്ട് നമ്മൾ 5% കൊടുക്കണം. സ്റ്റോക്ക് റിവാല്യൂ ചെയ്തപ്പോൾ 40,000 എന്ന് കണ്ടു. ഫർണിച്ചർ 10% കുറയുകയാണ്. സ്റ്റോക്ക് 36 നിലവിലുണ്ടായിരുന്നല്ലേ. സ്റ്റോക്ക് റിവാല്യൂ ചെയ്തപ്പോൾ 40,000 മാറി അല്ലേ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കത് ആ ഒരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 5,000 രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് അല്ലേ. സ്റ്റോക്ക് നമ്മൾ 5,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് അല്ലേ 1,200. അത് നമുക്ക് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തുല്യമാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചറിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. 2,000 ആണ് ഫർണിച്ചർ കുറഞ്ഞിരിക്കുന്നത് അല്ലേ, ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് റിവാലുവേഷൻ പ്രോഫിറ്റ് 1,800 രൂപ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കും. അതിനെ നിലവിലുള്ള അവരുടെ റേഷ്യോ വെച്ചുകൊണ്ട് അല്ലേ ഓൾഡ് റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ബാലൻസ് നിലവിലുള്ള ബാലൻസ് 50,000 40,000 ആണ്. പുതിയ ആൾ കൊണ്ടുവന്നിരിക്കുന്നത് 40,000 രൂപയാണ്. പുതിയ ആൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മളത് എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് അക്യുമുലേറ്റ് ലോസിൻ്റെ കാര്യം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ അത് ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളതിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം
റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മളിവിടെ എഴുതണം. 1700 600 ഉണ്ട്. ഈ ഒരു പ്രോഫിറ്റ് എഴുതണം. പിന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. നമുക്ക് ഇത്രയും എമൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കിട്ടുന്നത് അല്ലേ. അതിനുശേഷം ബാലൻസ് ഷീറ്റ്, പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുകയാണ്. ക്യാഷ്, നിലവിലുണ്ടാകുന്ന ക്യാഷ് ബാലൻസും പുതുതായിട്ട് ആൾ വന്നിരിക്കുന്ന ക്യാപിറ്റൽ കൊണ്ടിരിക്കുന്ന ക്യാഷിൽ രണ്ടോടും കൂട്ടി ഇത്രയും ക്യാഷ് ബാലൻസ് വരും. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 24,120 പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് കുറച്ചിട്ട് എഴുതണം. സ്റ്റോക്കിൻ്റെ എമൗണ്ട് പുതിയ വാല്യൂ 40,000 ആണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് 18,000. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് മാറ്റമൊന്നുമില്ല, 15,000 തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ട് പുതിയ ബാലൻസ് അല്ലേ, ഈ ഒരു ബാലൻസാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇത്രയും പുതിയ ബാലൻസ് എഴുതുക. നമുക്ക് 1,40,800 ഇവിടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ലഭിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മധു, പത്മ ആൻഡ് ലീല ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1. പത്മ റിട്ടയർ ചെയ്യുന്നല്ലേ. പത്മയുടെ ഷെയർ മധുവും ലീലയും 3:2 അവർ ഏറ്റെടുക്കുകയാണല്ലേ. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രൊവിഷൻ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ? മധുവിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 2/6 × 3/5 6/30 വരും. അവർ ഏറ്റെടുക്കുന്നുണ്ടല്ലേ. ലീലയുടെ ഗെയിൻ എന്ന് വെച്ചാൽ 2/6 × 2/5 അല്ലേ. അപ്പോൾ ആ റേഷ്യോയിലാണ് അവരത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ പഴയ ആളുടെ ഷെയറും ഏത് റേഷ്യോയിലാണ് ഏറ്റെടുക്കുന്നത് അവരുടെ ഗെയിൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അവരുടെ ഓൾഡ് റേഷ്യോയും കിട്ടിയ ഗെയിനോടും കൂടി നമ്മൾ കൂട്ടിയെടുത്തുകൊണ്ട് അവരുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കും അല്ലേ. മധുവിൻ്റെ ന്യൂ ഷെയർ അപ്പോൾ 3/6 + 6/30 വരും. അപ്പോൾ 21/30 വരും. ലീലയുടെ ആകുമ്പോൾ 9/30 വരും അല്ലേ. അപ്പോൾ 21:9 അല്ലെങ്കിൽ 7:3 അല്ലേ. ചെറുതാക്കി നമുക്ക് 7:3 കൂടെ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ബാക്കി വേറെ ക്വസ്റ്റ്യനായിട്ട് പറയുന്നുണ്ട്. അമൽ, വിമൽ ആൻഡ് കമൽ ആർ പാർട്ണേഴ്സ് ഇൻ ദ ഫേം. ഇത് ബാലൻസ് ഷീറ്റ് അവർ തന്നിട്ടുണ്ട്. വിമൽ ഡൈഡ് അല്ലേ. ഡെത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നാണ് ഡേറ്റ്, മരിച്ച ഡേറ്റ് നമ്മൾ നോക്കണം. ജൂലൈ 31 മരിച്ചിരിക്കുന്നത് അല്ലേ. ജൂലൈ 31 മരിച്ചിരിക്കുന്നത്. മാർച്ച് 31 എല്ലാ വർഷവും ക്ലോസ് ചെയ്യുന്നത്. വർഷത്തിന് ഇടയ്ക്ക് വെച്ചാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷനെല്ലാം ആ മാസത്തിൻ്റെ കണക്ക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. പാർട്ണർഷിപ്പ് ഡീറ്റെയിൽ താഴെ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ടിങ് സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് മരിച്ച ആൾക്ക് അയാളുടെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ട് അത് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% അനത്തിൽ കൊടുക്കണം. 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകേണ്ടതാണ്. ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അതിലുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ കൊടുക്കണം. ഗുഡ്വില്ലിൻ്റെ ഷെയർ കൊടുക്കണം. ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരില്ല, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 16,000 ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. അപ്പോൾ തന്നെ ഈ പ്രോഫിറ്റിൻ്റെ കണക്കൊക്കെ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രോഫിറ്റ് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഓൺ ദി ബേസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് ആവറേജ് ഓഫ് ദി പാസ്റ്റ് 3 years പ്രോഫിറ്റ് എന്നാണ് അല്ലേ. അവസാനത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക അല്ലേ. 4 years പർച്ചേസ്, അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഗുഡ്വിൽ ടോട്ടൽ ഗുഡ്വിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് അയാളുടെ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 30,000 × 8%. അപ്പോൾ 4 മാസത്തെ കൊടുത്താൽ മതി അല്ലേ. അതായത് അയാൾ മരിച്ചിരിക്കുന്ന ഡേറ്റ് നോക്കുക, ജൂലൈ 31 അല്ലേ. അപ്പോൾ ജൂലൈ 31 ആകുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം നമ്മൾ അയാളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുവരെയുള്ള 4 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. 800 വരും. ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതിന് 4 years പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56,000 നമുക്ക് ടോട്ടൽ ഗുഡ്വിൽ കിട്ടും അല്ലേ. ഇത് പേയ്മെൻറ്റ് ഗുഡ്വിലാണ്. വിമലിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് 56,000 × 3/8 അല്ലേ. അയാളുടെ ഷെയർ 3/8 അപ്പോൾ 26,000 വരും അല്ലേ. അത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടിൽ. തന്നെ ഇൻ്ററിം പ്രോഫിറ്റ് 4 months നമ്മൾ ഇൻ്ററിം പ്രോഫിറ്റ് നമുക്ക് 4 മാസമുള്ളത് അതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 16,000 രൂപയാണ് ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ്. 16 × 4/12 അല്ലേ. 4 മാസം മതി, കാരണം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലേ. ഇൻറ്റു 3/8 അയാളുടെ ഷെയർ 2,000 രൂപ വരും. അപ്പോൾ ആ 2,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം. ഇനി അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 30,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് അത് എഴുതണം. ജനറൽ റിസർവിൻ്റെ അതിൻ്റെ വിഹിതം എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 800 അവിടെ എഴുതണം. അക്യുമുലേറ്റഡ് ലോസ് പറഞ്ഞിട്ടുണ്ട് 6,000 അല്ലേ. 6,000 അത് എഴുതണം. വിമലിൻ്റെ എക്സിക്യൂട്ടീവ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് അപ്പോൾ എത്ര വരും? 50,300 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ്. നമുക്ക് ഡിസൊല്യൂഷൻ സമയത്തുള്ള ജേണൽ എൻട്രി എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് അൺറെക്കോർഡ് ലൈബിലിറ്റീസ്. അൺറെക്കോർഡ് ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുമ്പോൾ അല്ലേ. അൺറെക്കോർഡ് ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുമ്പോൾ അത് ഡിസൊല്യൂഷൻ ആണ് അല്ലേ. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ. ആദ്യത്തെ ജേണൽ വരുന്നത് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് വരും. ദെൻ സ്റ്റോക്ക് വർത്ത് ₹7,500 ഈസ് ടേക്കൺ ഓവർ ബൈ പാർട്ണർ അനു. ഒരു പാർട്ണർ ഒരു സ്റ്റോക്ക് അസറ്റ് ഏറ്റെടുത്തു അല്ലേ. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന പേരിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജേണൽ എൻട്രി വരും. ദെൻ ബിനു എ പാർട്ണർ ഹു ലുക്ക് ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ വർക്ക്. ഡിസൊല്യൂഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഒരാൾ ബിനു ആണ്. അയാൾക്ക് 10,000 റിമണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ അതിനുശേഷം ഡിസൊല്യൂഷൻ എക്സ്പെൻസ് അയാൾ വഹിച്ചോളാം എന്ന് പറഞ്ഞു. ആക്ച്വൽ എക്സ്പെൻസ് 9,000 വന്നുള്ളൂ, പക്ഷേ 10,000 അയാൾ കൊടുക്കണം അല്ലേ. അത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്ര എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു മിനൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 10,000 rupees തന്നെ എഴുതാൻ മറക്കരുത്. അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ്ഡ്. അൺറെക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് ജനറൽ വരുന്നത് അല്ലേ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു
റിയലൈസേഷൻ വരും. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ 5,000 അല്ലേ. ഇപ്പോൾ ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് ഓർ റിയലൈസേഷൻ പെയ്ഡ് ബൈ ദ ഫേം അതുകൊണ്ട് നമ്മൾ എഴുതണമായിരുന്നു കേട്ടോ. നമുക്ക് ബിനോസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണോ അയാൾ പേയ്മെൻറ്റ് നടത്തിയത് 9,000 ആണ് ആക്ച്വൽ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയത് അല്ലേ. ആ ഒരു ജേണൽ എൻട്രി അവിടെ വരുന്നുണ്ട്. അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് പറഞ്ഞു. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ അമൗണ്ടിങ് ടു 18,000 ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ്. അനുവിനും ബിനുവിനായിട്ട് പ്രോഫിറ്റ് 18,000 5:7 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ടു അനൂസ് ക്യാപിറ്റൽ ബിനൂസ് ക്യാപിറ്റൽ അല്ലേ. റിയലൈസേഷൻ പ്രോഫിറ്റ് 5:7 ഈ 12,000 രൂപ ഡിവൈഡ് ചെയ്ത് കാണിക്കണം അല്ലേ. അതും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ജേണൽ ഡേ അതിനകത്ത് വരിക. ഇനി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൻ്റെ ഭാഗത്തേക്ക് പോകാം. ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളിന് PMD ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട്. ജിനോക്കാത്തിൽ നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് വരാത്തത് ഏതൊക്കെയാണ്? ഇതൊക്കെ സിസ്റ്റം ജനറേറ്റഡ് ആണ്, വരാത്തത് ക്യാഷ് അക്കൗണ്ട് മാത്രമാണ് അല്ലേ. ഡാറ്റ വിൽ ബി സേവ്ഡ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുർ ഇറ്റ് സെക്യൂരിറ്റി. നെയിം ദ സെക്യൂരിറ്റി ഫീച്ചർ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റത്തിലെ സെക്യൂരിറ്റി ഫീച്ചർ ഡാറ്റ വാൾട്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഡാറ്റ വാൾട്ട് എന്നാണ് പറയുന്നത്, നോക്കുക. ഡാറ്റ വാൾട്ട് എന്നാണ് പറയുന്നത്. Then the result of function round up 2349.9876 അല്ലേ, -2. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റൗണ്ട് അപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ആൻസർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. -2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പോയിൻറ്റിന് ഇപ്പുറമുള്ള 2 ഭാഗങ്ങളല്ലേ, അത് മാറ്റണം. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ 100ലേക്ക് റൗണ്ട് അപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ 2300 എന്നാണ് വരുന്നത്. അപ്പോൾ 2400 അല്ലേ, 2400 നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാവുന്നതാണ് അല്ലേ. 2400 റൗണ്ട് അപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് എടുക്കാം. അതാണ് 2400 ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. ലിബ്രെ ഓഫീസ് കാൽക്കിലെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ടെക്സ്റ്റ് ഉണ്ട്, കോൺകാറ്റനേറ്റ് ഉണ്ട് അല്ലേ, കോൺകാറ്റനേറ്റ്. അപ്പം രണ്ടിൻ്റെയും സിൻടാക്സ് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ ചാർട്ട് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. കാൽക്കിൽ നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ എൻട്രി, ഡാറ്റ സെലക്ഷൻ, പ്ലോട്ടിംഗ് ദ ചാർട്ട്, ഡാറ്റ റേഞ്ച്, ക്ലിക്ക് ടു ഫിനിഷ് അല്ലേ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടതാണ്. സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ചാർട്ടിൻ്റെയും ഒക്കെ ഡയഗ്രത്തിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. വിഷ്വലി അപ്പീലിംഗ് ആണ്, ഈസി ടു റീഡ് ദ ഡാറ്റ, ക്വിക്ക് അനാലിസിസ്, ടു നോ ദ ട്രെൻഡ്സ് ഈസിലി, ടു ഗ്രാസ്പ് ദ ഡാറ്റ ക്വിക്ക്ലി. അപ്പോൾ ആ രീതിയിലുള്ള എനി 2 രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ എഴുതണം അല്ലേ. സ്പെസിഫൈ ദ അക്കൗണ്ടിംഗ് ഗ്രൂപ്പ് സൂട്ടബിൾ ഫോർ ദി ഫോളോവിംഗ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനോക്കാത്ത. താഴെ പറഞ്ഞ ലെഡ്ജർ അക്കൗണ്ടിംഗ് ഗ്രൂപ്പുകൾ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസിന് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതണം. ഡിപ്രീസിയേഷൻ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഫണ്ട് ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ പേറോൾ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ബൈ റൈറ്റിംഗ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ DA, ഗ്രോസ് പേ, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് പേ. അങ്ങനെ അതിൻ്റെ ഫോർമുലയാണ് എഴുതേണ്ടത് അല്ലേ. അതായത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, സെല്ലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ്. അപ്പോൾ സെൽ നമ്പർ നമുക്കറിയാം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് A2 എന്ന് വരും അല്ലേ, ഇതാണെങ്കിൽ നമുക്ക് B3 എന്ന് വരും. അപ്പോൾ സെൽ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ ഫോർമുല പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സെൽ നമ്പറോടും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോർമുല ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ DA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസിക് പേ ഇൻറ്റു 10% ആണ് അല്ലേ. ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസിക് പേ പ്ലസ് DA പ്ലസ് CCA. ടോട്ടൽ ഡിഡക്ഷൻ ഈസ് ഈക്വൽ ടു PF പ്ലസ് DDS. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ ഫോർമുല രൂപത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഫോർമുല രൂപത്തിൽ ഈസ് ഈക്വൽ ടു നമ്മുടെ സെൽ നമ്പർ ഇൻറ്റു അങ്ങനെ ആ രീതിയിൽ കൊടുക്കണം അല്ലേ. നമുക്ക് ആദ്യത്തെ നമുക്ക് അവിടെ DA ഈസ് ഈക്വൽ ടു ബേസിക് പേ ഇൻറ്റു 10% ആണല്ലേ. DAയുടെ ഈ കോളത്തിൽ Aയുടെ അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ട എന്താണ്, ഈസ് ഈക്വൽ ടു ബേസിക് പേ. ബേസിക് പേയുടെ സെൽ നമ്പർ എത്രയാണ്, ബേസിക് പേയുടെ സെൽ നമ്പർ C3 ആണല്ലേ. അപ്പോൾ C3 ഇൻറ്റു 10% എന്ന് എഴുതണം അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് സെൽ നമ്പർ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോർമുല ആക്ച്വലി എഴുതേണ്ടത്. ഇനി ആൻസർ 3 ക്വസ്റ്റ്യൻ, ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻ അല്ലേ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ടൈപ്പ് ഓഫ് കോഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ CAS. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലെ കോഡുകളെക്കുറിച്ചാണ്. സീക്വൻഷ്യൽ കോഡുകളെക്കുറിച്ചും ബ്ലോക്ക് കോഡുകളെക്കുറിച്ചും ന്യൂമോണിക് കോഡുകളെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസ് ഏതും എന്താണെന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ എഴുതണം. Then list out the various data entry options available in LibreOffice Calc to input data into worksheet. ഡാറ്റ നമ്മൾ വർക്ക്ഷീറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള LibreOffice കാൽക്കിലെ ഡാറ്റ എൻട്രി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഫംഗ്ഷനും ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഡാറ്റ എൻട്രി ഉണ്ട്, ഡാറ്റ ഫിൽ ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ദെൻ ഫംഗ്ഷനും ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസുകളും നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ഫിൽ ദ ബ്ലാങ്ക്സ് ഗിവൺ ബിലോ. നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അക്കൗണ്ട്സ് ഇൻവോൾവ്, ബാങ്ക് അക്കൗണ്ട് എറ്റ് ക്യാഷ്, കോൺട്ര, FAT. ഇതേ മോഡൽ ബാക്കി തുടർന്ന് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെയ്തിരിക്കുന്നത് ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് എറ്റ് ക്യാഷ്, കോൺട്ര, FAT. അടുത്തത് വേജസ് പെയ്ഡ് ബൈ ബാങ്ക്, അത് വേജസും ബാങ്ക് വരും, 2 അക്കൗണ്ടുകൾ. വേജസ് അക്കൗണ്ട് ഇൻറ്റു ബാങ്ക് എന്നാണ് അല്ലേ. ദെൻ പേയ്മെൻറ്റ് വോച്ചർ ടൈപ്പാണ്, F5 വരുന്നത് അല്ലേ. ഫംഗ്ഷൻ കീ വോൾട്ട് F5 അല്ലേ. ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം ഹാരിസ് ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ്, ഫർണിച്ചർ അക്കൗണ്ട് എറ്റ് ടു ഹാരിസ് ട്രേഡേഴ്സ് എന്നാണ്.
ഫർണിച്ചറും ഹാരിഫ് ട്രേഡേഴ്സും വരും. അത് ജേണൽ വോച്ചറാണ് എഴുതേണ്ടത്, F9 വരും. സോൾഡ് ഗുഡ്സ് ടു ബിനു അക്കൗണ്ടൻറ്റ് സെയിൽസ് ആണ്, ബിനുവും സെയിൽസും വരും. സെയിൽസ് വോച്ചറിലാണ് F6 ആണ് അല്ലേ. ദെൻ അനന്തു +1 കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ക്രിയേറ്റഡ് എ ഡാറ്റാബേസ് ഫോർ ഹിസ് ക്ലാസ് വിത്ത് 2 ടേബിൾസ് ഇൻ ലിബ്രെഓഫീസ് കാൽക്ക്. ലിബ്രെഓഫീസ് ബേസിൽ അല്ലേ, ബേസിൽ 2 ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഹീസ് അൺഎബിൾ ടു ഹൗ ടു കണക്ട്. ആ ടേബിൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ആൾക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് 2 or more ടേബിൾസ് ഇൻ ഡാറ്റാബേസിൽ നമ്മൾ ടൂൾസ് റിലേഷൻഷിപ്പ് അങ്ങനെ എടുത്തുകൊണ്ട് ആഡ് ടേബിൾസ് ടു മേക്ക് റിലേഷൻഷിപ്പ്, ക്രിയേറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എഴുതുന്നത്. ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബൈ ഡ്രാഗിങ് ദ ഫീൽഡ് ബിറ്റ്വീൻ 2 ടേബിൾസ് അല്ലെ, 2 ടേബിൾ തമ്മിലുള്ള ഫീൽഡുകളുടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ റിലേഷൻഷിപ്പ് എന്താണെന്നും ആ കാര്യങ്ങളോട് നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ആൻസർ കീയുടെ എക്സ്പ്ലനേഷൻ പൂർത്തിയാവുകയാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.